ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ചിക്കൻ പരട്ട്. കണ്ടോ? ഇതുണ്ടാക്കുവാനായിട്ട് നമുക്ക് ഇഞ്ചിയോ പച്ചമുളകോ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചെറിയ ഉള്ളിയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് ചേരുവകൾ ചേർത്ത് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ പരട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ രുചികരമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് നമ്മളിപ്പോൾ വാങ്ങി വെച്ചിരിക്കുന്നത് ഒരു കോഴി ചെറുതായിട്ട് നുറുക്കി കഴുകി വാരിയെല്ലാം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ചേർക്കുന്നതാണ് ഇതിൻ്റെ താരം. ഇതാണ് ഗരം മസാല. 1 സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മളൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, നമ്മളിവിടെ ചതച്ചെടുത്ത കുരുമുളക് പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് നമ്മുടെ വറ്റൽ മുളക് ചതച്ചെടുത്തത്. അത് ഇങ്ങനെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുത്താൽ മതി. അതുകൂടെ ചേർത്ത് അതിലേക്ക് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ 1 സ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 2-3 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട്, അതായത് കയ്യിലുകൊണ്ടൊന്ന് ഇളക്കിയാൽ പോരാ, നമ്മുടെ കൈ കൊണ്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. അപ്പോഴാണ് ആ മസാലയും ആ പൊടികളെല്ലാം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിക്കുകയുള്ളൂ. കണ്ടോ? ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും അലുവ കഷ്ണം കിടക്കണ പോലെയുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ആ മസാലയെല്ലാം പിടിച്ചു. ഇനി നമ്മളൊരു പാത്രമെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെറു എന്ന് പറഞ്ഞ് മഴ പെയ്യുന്നത് പോലെ നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കുക. ഈ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് 3 ടൈപ്പ് ഇലകളാണ്. ഒന്ന് കറിവേപ്പില, ഒന്ന് മല്ലിയില. കറിവേപ്പില ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇട്ട് കൊടുക്കുന്നതാണ് പാണ്ടൻ ലീവ്സ് എന്ന് പറയും. ചില സ്ഥലത്ത് ഇതിനെ ബിരിയാണി കൈതാന്നും രംഭയില എന്നൊക്കെ പറയും. ഇത് പിടിച്ച് തിരുമ്പോൾ മണമൊന്നുമില്ല, പക്ഷേ ഇത് എണ്ണയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അതുകൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കുക. കണ്ടോ? വഞ്ചിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ തുഴഞ്ഞു പോകുന്നത് പോലെ നന്നായിട്ട് അങ്ങോട്ട് തുഴഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി, അത് നമ്മളൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളറാകും. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ആ ചില്ലി ഫ്ലേക്സ് 1 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് തുഴഞ്ഞു കൊടുക്കാം. മൊത്തം കളറൊക്കെ മാറി നല്ല ചുവപ്പ് കളറായിട്ട് വന്നു. അതിൻ്റെ ആ പച്ചമുളകെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ? ചിക്കനിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ ശരിക്കും ആ പൊടികളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ശരിക്ക് അത് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇളക്കാണ് ഇതിൻ്റെ മെയിൻ ഇടപാട്. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും അതെല്ലാം പിടിച്ചു. ആ ഇലകളെല്ലാം എല്ലാ ഭാഗത്തും വന്നു കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കണ്ടോ പറക്കും തെളിക വരുന്നത് പോലെയാണ് മോളിൽ നിന്ന് മൂടി ഇറങ്ങി വരുന്നത്. മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇത് കണ്ടോ? ഇത് മണി പ്ലാന്റ് എന്നൊക്കെ പറയും ചിലർ പറയും മണി പ്ലാന്റ് റൗണ്ട് ഇലയാണെന്നൊക്കെ പറയും. എന്തായാലും ഇതിവിടെ കിടക്കട്ടെ എന്ന് ഞാൻ കരുതിയത്. കാരണം ഇനി മണി പ്ലാന്റ് ഇവിടെ വെച്ചത് കൊണ്ട് ചിലപ്പോൾ പൈസ വന്നാലോ, അതുകൊണ്ട് ഈ ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വെറുതെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും മണി പ്ലാന്റിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ പറക്കുന്നളിക്ക് ഒന്ന് പൊക്കി നോക്കാം. എന്തായി നമ്മുടെ ചിക്കൻ പുരട്ടെന്നറിയണ്ടേ? കണ്ടോ? 1 തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മൾ വെച്ച ചിക്കൻ ഇഷ്ടം പോലെ വെള്ളം, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഊർന്നു വന്നു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ 10 മിനിറ്റ് നമ്മൾ വേവിച്ചത് ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ ആ വെള്ളമെല്ലാം ഇറങ്ങി വന്നു.
ഇതേ കണ്ടോ, നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് എടുക്കാം. ദേ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ വെള്ളമെല്ലാം വറ്റി. കണ്ടോ എന്താ മണം വരുന്നതെന്നറിയാമോ? വാവ്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേറൊരു ഐഡിയ കൂടി ഇതിനുണ്ട്. ഇനി ഒരു ചെറിയ പാൻ എടുത്ത് അല്ലെങ്കിൽ ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ആദ്യം പറഞ്ഞ താരം വീണ്ടും ഗരം മസാല അത് ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി ആ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് നമ്മുടെ ചിക്കനിലേക്ക് തട്ടിക്കൊടുക്കാം. ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക മണമാണ്. നമുക്ക് വായിൽ വെള്ളം വരും. അതുപോലെ അത്ര മണമാണ് ഇതിന് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സവാളയോ ഉള്ളിയോ ഇഞ്ചിയോ പച്ചമുളകോ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ അപ്പോ അല്ലെങ്കിൽ പുട്ടോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇതെല്ലാം ചേർത്ത് ഇത് കഴിച്ചാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സവാളയുടെ ഒന്നൊരു രുചി ഇതിനില്ല, പക്ഷേ ആ ഗരം മസാലയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരും. അത് പൊറോട്ടയെല്ലാം കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ടേസ്റ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.